നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊട്ടിയൂർ തൊഴാൻ പോയിരുന്നു. കൊട്ടിയൂർ പോയി, അതുപോലെ തന്നെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പോണ വഴിയിൽ എന്നെ ഹഠാത് ആകർഷിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അത് എവിടെയാണെന്നറിയോ? അത് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് കുന്നംകുളം വഴി പോയി ഭാരതപ്പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഭാരതപ്പുഴയുടെ ഇക്കരെ, അതായത് എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി നിർത്തിയത്. രാവിലത്തെ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു. നേരത്തെ പോയി, 5 മണിക്ക് പോയി ഞങ്ങളിവിടുന്ന്. അപ്പോൾ അതിരാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി ആ ഭാരതപ്പുഴയുടെ തൊട്ടടുത്ത് നിർത്തി. പാലത്തിൻ്റെ ഇപ്പുറത്ത്, അതായത് എടപ്പാൾ നിർത്തി. അത് അതിമനോഹരമായ ഒരു നല്ല കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. ഭക്ഷണം കഴിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ ആ അന്തരീക്ഷം വളരെയധികം സന്തോഷപ്രദമായിരുന്നു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും അപ്പുറത്ത് ഹൈവേ ഒരു ഭാഗത്തോടെ പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ പാലമുണ്ട്. പണ്ടത്തെ പാലം, ആർച്ചായിട്ടുള്ള ഒരു പാലം വേറെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നല്ല ക്ഷേത്രം ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പേര് ശിവപാർവതി ക്ഷേത്രം എന്നാണ്. മല്ലൂർ ശിവപാർവതി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഞങ്ങളവിടെ നിർത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി ആദ്യം തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഭഗവാനെ ദർശിച്ചു. ഭഗവാനെയും ഭഗവതിയും ദർശിച്ചു. അവിടെ നല്ല അമ്പലമാണത്. അവിടെ ഉള്ളിൽ പോയി നന്നായിട്ട് തൊഴി, ഗണപതിയും എല്ലാ ആൾക്കാരെയൊക്കെ തൊഴുതു, ഭഗവാന്മാരെയൊക്കെ തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ നേരെ മുന്നിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കടവ് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, കുളിക്കാനുള്ള കടവാകാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ അവിടെ ഒരു മനോഹരമായ ഒരു എന്താ പറയുക, പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അമേരിക്കയിലൊക്കെ പോയാൽ അവിടെ കാണുന്ന ഒരു പ്രത്യേക ഭംഗി എന്താ വെച്ചാൽ, ഏത് റിവർ ഉണ്ടെങ്കിലും ആ റിവർ വാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ റിവറിൻ്റെ 2 സൈഡിലും വലിയ എന്താ പറയുക, കടകളും അതുപോലെ കച്ചവട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള സൗകര്യം, കംപ്ലീറ്റ് നദിയുടെ 2 കരയും മനോഹരമാക്കിയിട്ടുണ്ടായിരിക്കും. അതൊരു കാഴ്ച എന്ന് മാത്രമല്ല, ഒരു ബിസിനസ് കൂടിയാണ്. മനസ്സിന് സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല സ്ഥലമാണ് ഈ റിവർ വാക്ക് എന്ന് പറയും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള പാലമുണ്ട്. അപ്പുറത്തേക്ക്, റിവറിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനും ഇപ്പുറത്തേക്ക് കിടക്കാനും വലിയ വലിയ താമസ സൗകര്യമുള്ള കെട്ടിടങ്ങളുണ്ട്. അതുപോലെ ആ റിവറിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള ബോട്ടുകളുണ്ട്. അതൊക്കെ അമേരിക്കയിലത്തെ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് സാൻ അന്റോണിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ റിവർ വാക്കിന് പോയിരുന്നു. നല്ല രസമായിട്ടത്. അത് പോട്ടെ, നമ്മളിവിടെ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെയാണ്. ഈ റിവറിൻ്റെ ഈ കരയിലുടനീളം അമ്പലത്തിന് മുന്നിലായിട്ട് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ കെട്ടി, ഇടിയാതിരിക്കാൻ കെട്ടുകയും ഒരു പാർക്ക് പോലെ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അവിടെ വരുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ബെഞ്ചുകൾ, പിന്നെ എല്ലാം കൊണ്ടും കുളിക്കാനുള്ള സൗകര്യം, ബാത്റൂം സൗകര്യം, അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് അത് കേട്ടോ. ഞങ്ങളവിടെ പോയി ബാത്റൂമിൽ പോണവരൊക്കെ ബാത്റൂമിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അതൊക്കെ കണ്ട് ആ പുഴയുടെ ഭംഗിയൊക്കെ കണ്ട്, അകലെ നിന്ന് പുഴയിലേക്കുള്ള ആ കാഴ്ചയുണ്ട്, പാലത്തിലേക്കുള്ള കാഴ്ച, ആ പാലമൊക്കെ അവിടെ നിന്ന് കണ്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വീണ്ടും ആ സൈഡിൽ കൂടെ, പുറത്തെ സൈഡിൽ കൂടെ പോയി. അവിടെ അപ്പുറത്ത് ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ജംഗ്ഷൻ വരുമ്പോൾ അങ്ങനെ ഓവർ ബ്രിഡ്ജ് ഉണ്ടാവില്ലേ, അങ്ങനെ അവിടെയും ഒരു ജംഗ്ഷനാണ്. ഒരു വഴി ഗുരുവായൂർക്ക് പോകണു, ഒരു വഴി തൃശ്ശൂർക്ക് പോകണു, ഒരു വഴി കുറ്റിപ്പുറത്തേക്ക്, അതായത് മലപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ എത്തണ ആ ജംഗ്ഷനിൽ ഉള്ള ആ വളഞ്ഞ ആ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഇഡ്ഡലിയും വടയും കാപ്പിയൊക്കെ അവിടെ പോയി കഴിച്ചു. അവിടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുറ്റും നോക്കി. 2 സൈഡിൽ കൂടി വണ്ടികൾ പോണു. മറ്റേ ഭാഗത്ത് അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ മറ്റേ സൈഡ് പിൻഭാഗം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഈ റോഡിൻ്റെ മറ്റ് ഭാഗത്തായിട്ട് അവിടെ KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ
KTDCയുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇത്തിരി ദൂരെയായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിട്ട്, അതും മനോഹരമായ ഒരു അവിടേക്ക് ഞങ്ങൾ പോയില്ല കേട്ടോ, ഞങ്ങൾ കണ്ടു. അങ്ങനെ കാഴ്ചയുണ്ട്. അവിടെ പോയാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ മനോഹരമായ കാഴ്ചകൾ കാണാം. ശബരിമല സീസണിലൊക്കെ എല്ലാ അയ്യപ്പന്മാരും അവിടെ വരുമ്പോൾ അവിടെ റെസ്റ്റ് എടുത്ത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അത്രയും വരിക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പം ഞാൻ വിചാരിച്ചു അത് ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചു നിങ്ങൾക്ക് കൂടി അതൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, കാണാം കേട്ടോ, കുറച്ച് ചെറിയ വീഡിയോ. ഭാരതപ്പുഴയുടെ തീരത്താണല്ലോ നമ്മുടെ ഭക്ഷണം. നല്ല രസമുണ്ട് അല്ലേ. ഇത് ഹൈവേ ആണ്. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ പോണ 2 പാലാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിവിടെ താഴേക്ക് ഇറങ്ങി. ഇതാണ് ശിവ പാർവതി ക്ഷേത്രം. ഇവിടെ പോയി നമ്മൾ ഉള്ളിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ, ഉള്ളിൽ വീഡിയോ പിടിച്ചില്ല. ഉള്ളിൽ പോയി തൊഴുത് പുറത്തേക്ക് വന്നു. ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് നേരെ മുന്നിൽ കൂടെ തന്നെ കടന്ന് അതേ ഗേറ്റിൽ കൂടെ ഒന്ന് തിരിച്ച് പുറത്തേക്ക് കടന്നു കേട്ടോ. മറ്റു ഭാഗത്തെ കൂടെ ഇറങ്ങിയാൽ അവിടെ വഴുക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ താഴേക്ക്. കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം. ഇത് പണ്ടത്തെ പാലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയാൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാം. ഈ സ്റ്റെപ്പുകൾ നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങണത് പുഴയിലേക്കാണ്. കണ്ടു, അവിടെ ശിവൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ക്ഷേത്രം. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കരയിൽ ഇങ്ങനെ നടന്ന് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് കണ്ടോ, ബെഞ്ചുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇതിലെയും പുഴയിലേക്ക് ഇറങ്ങാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരേക്ക് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇവിടെ ഭാരതപ്പുഴ നീണ്ട് കിടക്കണുണ്ടില്ലേ. ഷവർ ബാത്ത്, വെള്ളത്തിൽ പുഴയിലിറങ്ങി കുളിക്കാണ്ടാത്തവർക്ക് ഷവർ ബാത്തൊക്കെ ഉണ്ട്. അങ്ങ് അവിടെ അറ്റത്താണ് ബാത്റൂമൊക്കെ, ടോയ്ലറ്റുകളൊക്കെ ഉള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ വേറെ വേറെ ഉണ്ട്. എല്ലാവർക്കും അവിടേക്ക് പോകാം. ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന മനോഹാരിത കണ്ടു. എന്താ രസമല്ലേ. ഭാരതപ്പുഴ പുഴയ്ക്കെന്ന് അറിയുള്ളൂ കേട്ടോ. എന്നിങ്ങനെ കിടക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഭാരതപ്പുഴയിൽ നമ്മൾ ഒരു വലിയ ചടങ്ങൊക്കെ കണ്ടിരുന്നില്ലേ. ഇതാ കണ്ടു പാലം. ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതേപോലെ പുഴയുടെ തീരത്ത് നിന്ന് പടമെടുക്കാൻ സാധിക്കുമോ? ഈശ്വര, അവിടേക്ക് നല്ല ഭംഗിയുണ്ട്. അവിടേക്ക് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നിറഞ്ഞ കവിയില്ലേ. അത് ഒരു സമയത്ത് അറിയുള്ളത്. എല്ലാ സമയത്തും നല്ല 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 ഒരു പറ്റ രാമകൃഷ്ണ ആൾക്കതിൽ വേണ്ടോ കുളിക്കാനുള്ള സ്ഥലം. അടിപൊളിയല്ലേ. മലപ്പുറം ജില്ലയിലെ തവനമണ്ഡലത്തിലെ മിനി പമ്പയിൽ പുതിയ നിർമ്മിച്ച പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് റാമിൻ്റെ MLA ഇവിടെ പ്രത്യേക വികസന ഫണ്ട് ഷവർ ബാത്തൊക്കെ പണിത. ശരി, ഓഹോ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പുഴകളുടെയും തീരങ്ങൾ ഇതുപോലെ ആക്കിയാൽ എന്ത് രസമായിരിക്കും അല്ലേ.
അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ദിവസം ഉണ്ടോ? താഴെ ഇരിക്കാം, മുകളിലിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. കിളികൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അവിടെ നിറയെ മാങ്ങയൊക്കെ വീണിട്ടേ കിളികൾ കൊത്തിയിട്ട മാങ്ങയുടെ അവശിഷ്ടങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. വഴുക്കാതെ പോരണം എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ഇതിലേ കയറും, ഇതിലെ താഴേക്ക് ഇറങ്ങാം. പക്ഷെ കയറ് കെട്ടിട്ടുണ്ട്. ശിവക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം, മല്ലൂര്. ഇവിടെ 2 വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട്. വഞ്ചിയൊക്കെ പുഴയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വച്ചക്കട വഞ്ചിയാണോ? ഉണ്ടോ? പിന്നെ ഭാരത അതെയാ. ഇങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് നടന്ന് തിരിച്ച് ഈ സൈഡിൽ കൂടെ നടന്ന് ക്ഷേത്രത്തിൻ്റെ അതേ സൈഡിൽ കൂടെ തന്നെ നടന്ന് അവിടെ ദൂരെ കണ്ടില്ലേ ഓവർ ബ്രിഡ്ജിൻ്റെ മല്ലൂർ ശിവപാർവതി ക്ഷേത്രം. മല്ലൂർ ശിവപാർവതി ടെമ്പിൾ സൈഡിലൂടെ നടന്ന് ആ ഓവർ ബ്രിഡ്ജിൻ്റെ ചുവട്ടിലേക്ക് പോവാണ് ഞങ്ങൾ. ഇതിൽ കാണുന്നത് ഇതിലേ വരാൻ കടന്ന് ക്ഷേത്രമാണ്. കടങ്ങപ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇന്നലെ ഒരാളവിടെ ആശുപത്രി കിടപ്പാ. ഇവിടെ കിടക്കാൻ ഇവിടെ കണ്ട ചേട്ടാ. ഇവിടെ ഞങ്ങളിവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് ചുവട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ചായയും എല്ലാവരും ചെന്ന് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കൈ കഴുകി ഇഡ്ഡലിയൊക്കെ എടുത്തു, കഴിച്ചു, വട കഴിച്ചു, ചായ കുടിച്ചു. കണ്ടോ ക്ഷേത്രത്തിൻ്റെ മറ്റേ ഭാഗം ആഹാർ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് കേട്ടോ. നോക്കൂ, എൻ്റെ ആഹാർ റെസ്റ്റോറൻറ്റ് ആൻഡ് റൂംസ്. ഇതിലേ അങ്ങോട്ട് കയറി അവിടെയാണ് മുകളിലാണ് ആഹാരത്തേക്ക് KTDC കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്, അവിടേക്ക് പോകാം വേണ്ടവർക്ക് കേട്ടോ. ഇത് ഗുരുവായൂർ ബസ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ട് അടിപൊളി സ്ഥലമല്ലേ. തിരിച്ച് ഇവിടെ ക്ഷേത്രം കയറി ഞങ്ങളുടെ യാത്ര തുടരും. എല്ലാവർക്കും സന്തോഷമായി. ക്ഷേത്ര ദർശനം നടത്തി, പുഴ കണ്ടു, നാട്ടിൽ പോകുന്നവർ പോവാം. ചായയും കുടിച്ച് വേഗം നടന്നു. തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇതൊന്നും ഞാൻ തിരിച്ച് വെച്ചത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, വഴിക്ക് യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താം വേണമെങ്കിൽ. തൃക്കണ്ണാപുരം മിനി പമ്പ. തൃക്കണ്ണാപുരം ചുറ്റും ആല്, മാവ്, എല്ലാ മരങ്ങളും ഉണ്ട്. ഇവിടെ ഉണ്ട് വണ്ടി പോകണമെന്നില്ലേ മറ്റേ പുതിയ പാല്. ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും